ഹലോ, ഇന്നൊരു മിനി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അഖിലേട്ടൻ വന്നിരുന്നു. ഓരോ ആഴ്ച ഓരോ താടി മീശയിൽ ഓരോന്ന് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൽപ്പാത്തിക്ക് പോവുക കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ 2 ഗ്രാമം ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൽപ്പാത്തിയിലത്തെ ആദ്യത്തെ അമ്പലം, തേര് നടക്കുന്ന അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ എത്തും കേട്ടോ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ മന്തക്കരയിലാണ് എത്തിയത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ആക്ച്വലി ഇന്ന് വരാനുള്ള റീസൺ വന്നിട്ട് എൻ്റെ നിന്ന് ജ്വല്ലറി പർച്ചേസ് ചെയ്ത ഒരു മാമിയുടെ കോലാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. സോ കോലാട്ടം കൂടെ കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മലുകൾ ഇങ്ങനെ നോക്കാൻ നിന്നു. എന്നിട്ട് വാങ്ങിച്ചിട്ടോ. എത്ര ഞാൻ കമ്മൽ വാങ്ങിക്കേണ്ടെന്ന് എന്നെ തൃപ്തിപ്പെടുത്തിയാലും കൽപ്പാത്തി തേരായ എൻ്റെ വീട്ടിൽ കമ്മലുകൾ നിറയും കേട്ടോ. അതും എത്ര എണ്ണം അറിയുന്ന, അതിലൊന്നും ഞാൻ അധികം യൂസ് ചെയ്യത്തുമില്ല കേട്ടോ. അപ്പോഴേക്കും പിന്നെ കോലാട്ടം തുടങ്ങിയിരുന്നു. അപ്പോൾ പോയി ജസ്റ്റ് ഒന്ന് കാണാമെന്നും വിചാരിച്ചു. പിന്നെ ഇതേ സ്റ്റേജിലാണ് ഞാൻ ഇന്ന് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ സ്റ്റേജും ഒന്ന് കണ്ട പോലെ ആയി എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കോലാട്ടമൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. കടകൾ നോക്കാൻ തന്നെയാണ് മെയിനായിട്ട് കേട്ടോ. കാരണം നമ്മൾ അമ്പലത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി തൊഴുന്നതല്ലേ. ഇനിയിപ്പോൾ കൽപ്പാത്തി തേരൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴാലോ. ഇപ്പോൾ കൽപ്പാത്തി കടകളിലൊക്കെ ഓരോന്ന് നോക്കി. കൂടുതലും ഞാൻ കമ്മൽ തന്നെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ എന്തേലും ഇടയിൽ വ്യത്യസ്തമായിട്ടൊക്കെ കണ്ടാൽ വാങ്ങിക്കും കേട്ടോ. അങ്ങനെ ഇതെന്തോ അഖിലേട്ടൻ ഒരു 20 റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചതാണ്. എനിക്കറിയില്ല കേട്ടോ ഇത് എന്തിനുള്ളതാ എന്താ. അഖിലേട്ടനോട് ചോദിച്ചപ്പോൾ അഖിലേട്ടൻ്റെ ചെറുപ്പത്തിലുള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ശരി. അങ്ങനെ നമ്മൾ 3 തേരിനെയും അവിടെ, ഇത് ശിവൻ്റെ അവിടുത്തെ 3 തേരാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുമായിരുന്നു. അപ്പോൾ ഇതെന്താ പറയുക, ചെറിയ റോഡായതുകൊണ്ട് തന്നെ ആൾക്കാരും കാറും ഒക്കെ കൂടെ തിരക്ക് വരുമ്പോൾ നല്ല തിരക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അഖിലേട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അഖിലേട്ടൻ അപ്പോൾ ഏത് കടയിൽ നിന്നും ഇങ്ങനത്തെ രുദ്രാക്ഷത്തിൻ്റെ വാങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്തവണ ബർത്ത്ഡേക്ക് കൈ ചെയിൻ കൊടുത്തത് അങ്ങനത്തെ. എന്നിട്ടും വാങ്ങിച്ചു ഒരു എന്തോ കരിങ്കാലി മാല എന്നൊക്കെ. അതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ പാനിപ്പൂരി എനിക്കിഷ്ടമല്ല, ബട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.